السلام عليكم. കുത്തുബി നാലാമത്തെ ക്ലാസ്, അഞ്ചാമത്തെ ക്ലാസ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ദസ്തൂറുൽ ആഫാഖി. ആസഫുസ്സമാനി മലിക് ഉസറായി ശർത്തി വൽ ഗർബി സായിബു ദീവാനിൽ മമാലിക് ബഖാഉൽ ഹഖ് വദ്ദീനി വമുഅയ്യിദു ഉലമാഇൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ ഖുതുബുൽ മുലൂകി വസ്സയാത്തീൻ മുഹമ്മദുൻ അദാമല്ലാഹു ധിലാലഹുമ വല്ലാഅഫ ജലാലഹുമ അല്ലദീ മഅ ഹിദാസതി സിന്നിഹി ഫാഖ ബിസ്സആദത്തിൽ അബദിയ്യത്തി വൽ കറാമാത്തി സർമദിയ്യ വഖ്തസ്സ ബിൽ ഫളായിലിൽ ജമീലത്തി വൽ ഖസായിലിൽ ഹമീദ ബിതഹ്രീരി കിതാബിൻ ഫിൽ മന്തിഖി ജാമിഇൻ ലിഖവായിദിഹി ഹാവിൽ ലിഉസൂലിഹി വളവാബിതിഹി. ദസ്തൂറുൽ ആഫാഖി. പല പ്രദേശത്തുകാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രിയുമായ ആസഫുസ്സമാനി. അസഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസഫിന് ബർഹിയുണ്ടല്ലോ, അതിലേക്ക് ചേർത്തി പറയാണ്. അതായത് ബഹുമാനപ്പെട്ട ആസഫിന് ബർഹിയാക്കൊരു പ്രത്യേകമായ സ്ഥാനമാണ് അള്ളാഹു തആല നൽകിയത്. ആസഫിന് ബർഹിനാവിനത് അവര് വലിയൊരു പ്രത്യേകമായ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്, ആസഫിന് ബർഹിയാക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ആസഫ് അതിലേക്ക് ചേർത്തി പറയാണ്. അപ്പം ആസഫുസ്സമാനി കാലഘട്ടത്തിലെ ആസഫായ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായ എന്ന് നമുക്ക് അങ്ങനെ അവിടെ അർത്ഥം പറയാം. അതേപോലെ മലിക്കു ഉസറായി ഷർത്തി വൽ ഗർബി, ഷർത്തിലും ഗർബിലുമുള്ള മന്ത്രിമാരുടെ രാജാവായ സായിബു ദീവാനിൽ മമാലിക്. ദീവാന് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ, മമാലിക് എന്ന് പറഞ്ഞ അധികാരങ്ങൾ. അപ്പൊ പല രൂപത്തിലുള്ള അധികാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നവരായ ബഖാഉൽ ഹഖ് വദ്ദീൻ, ദീനിന്റെയും സത്യത്തിന്റെയും പ്രശോഭിത വിളക്കുമായ വമുഅയ്യിദു ഉലമാഇൽ ഇസ്ലാമി വൽ മുസ്ലിമീന, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ഉലമായിനിക്ക്, ഇസ്ലാമിനുക്കും ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും അഥവാ മുസ്ലിം ഉലമാക്കന്മാർക്ക് ശക്തി പകരുന്നവരായ ഖുതുബുൽ മുലൂകി വസ്സലാത്തീനി, രാജാക്കന്മാരുടെയും അധികാരങ്ങൾക്കും രാജാക്കന്മാർക്കും ഒക്കെയുള്ള അച്യുതണ്ടായ മാർഗദർശിയായ ആള് മുഹമ്മദുൻ എന്നവര്. അദാമല്ലാഹു അല്ലാഹു തആല നിത്യമാക്കട്ടെ ദിലാലഹുമ അവർ രണ്ടുപേരുടെയും തണലിന്. രണ്ടുപേരെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നവരുടെയും അവരുടെ വാപ്പ മൗലദ് സദറുൽ മുഅല്ലം എന്നവരുടെയും നിഴലിനെ അല്ലാഹു തആല നിത്യമാക്കട്ടെ. വല്ലാഅഫ ജലാലഹുമ അവരുടെ വളർമയെ അല്ലാഹു തആല ഇരട്ടിപ്പിക്കുമാറാവട്ടെ. അല്ലദീ എങ്ങനത്തെ വളർമയാണ്, മാ ഹിദാസത്തി സിന്നിഹി, സിന്നിഹി അതായത് ചെറുപ്രായത്തിൽ തന്നെ ഫാഖ ബിസ്സആദത്തിൽ അബദിയ്യ
അബദിയായ ശാശ്വതമായ വിജയം കൊണ്ട് വിജയിച്ചവരായ വൽ കറാമാത്തി സർമദീയ മുറിഞ്ഞു പോവാത്ത ബഹുമാനങ്ങളും ആദരവുകളെ കൊണ്ടും വിജയിച്ചവരായ പിന്നെയോ വഖ്തസ്സ ബിൽ ഫളായിലിൽ ജമീല അഴകേറിയതായ ശ്രേഷ്ഠതകളെ കൊണ്ട് പ്രത്യേകമായവരായ വൽ ഖസായിലിൽ ഹമീദത്തി സ്തുത്യർഹമായ വിഷയങ്ങളെ കൊണ്ട് അവ മൂപ്പര് ഇശാറത്ത് ചെയ്തു. നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞപ്പോ അശാറ ഇലയ്യ മൻ സഈദ ബിലുത്ഫിൽ ഹഖി എന്ന് പറഞ്ഞല്ലോ. ആ അശാറ ഇലയ്യ എന്ന് പറഞ്ഞിടത്തുള്ള അശാറയിലേക്കാണ് ബി തഹരീരി എന്നതിന്റെ എന്ന ജാറുമജറൂറിന്റെ താല്ലുഖ്. അവ എന്നിലേക്ക് അദ്ദേഹം എന്ത് ചെയ്ത് ഈ പറയപ്പെട്ടതായ വ്യക്തിത്വം എന്നോട് നിർദ്ദേശിച്ചു. ഏതുകൊണ്ടാണ് നിർദ്ദേശിച്ചത്? ബി തഹരീരി കിതാബി, ഒരു കിതാബിനെ എല്ലാ കേടുപാടുകളും തീർത്തുകൊണ്ടൊരു കിതാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ മന്ദിക്കിൽ തഹരീർ ചെയ്യാന്ന് പറഞ്ഞാൽ, കിതാബിനെ തഹരീർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ എഡിറ്റിംഗ് ചെയ്യാന്നൊക്കെ പറയും, അതിനൊക്കെ ഈ തഹരീർ എന്ന് പറയാം. അപ്പം ഒരു കിതാബ് ഉണ്ടാക്കിയാൽ അതിൽ അപാകതകളും ന്യൂനതകളൊന്നും കാണാത്ത രൂപത്തിലൊരു കിതാബ് ഉണ്ടാക്കാൻ. ഏത് വിഷയത്തില്? ഫിൽ മന്ദിക്കിന്റെ വിഷയത്തില് എന്ത് ചെയ്താണ് ഇതേ രൂപത്തിലുള്ള എങ്ങനത്തതായ കിതാബാവണം? ജാമിഇ ഖവായിദിഹി, ആ മന്ദിക്കിന്റെ കായികകളെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതായ കിതാബ്. ഹാവില്ലി ഉസൂലിഹി, അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതായ കിതാബ്. ലവാബിത്തിഹി, അതിന്റെ ലാബിത്തകളെയും അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന പോയിന്റുകൾ. ഏതായാലും എന്നോട് ഈ ബഹുമാനമാക്കപ്പെട്ട മുഹമ്മദ് ബിൻ മൗല എന്നവര് എന്നോട് ഒരു കിതാബ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചപ്പം ഫബാദർതു ഇലാ മുഖ്തല്ലാ ഇശാറത്തിഹി, മൂപ്പരുടെ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്നതിലേക്ക് ഞാൻ തയ്യാറായി, ഉളരി. ഫബാദർതു ഇലാ മുഖ്തല്ലാ ഇശാറത്തിഹി, അവരുടെ നിർദ്ദേശത്തിന് നടപ്പിൽ വരുത്തേണ്ട കാര്യത്തിലേക്ക് ഞാൻ ഉളരി. മാത്രമല്ല വശറഅതു ഫീ സബതിഹി, ആ കിതാബിനേക്കുള്ള ദലീലുകളും തെളിവുകളും ആ തെളിവുകളൊക്കെ വിവരിക്കുന്ന വിഷയത്തിൽ ഞാൻ പ്രവേശിച്ചു. കിതാബത്തിഹി, അതിനെ എഴുതുന്ന വിഷയത്തിലും. എങ്ങനെ? മുസ്തൽസിമൻ, ഞാൻ തന്നെ നിർബന്ധമാക്കുന്നവനായ സ്ഥിതിയിൽ. എന്താണ് ഞാൻ നിർബന്ധമാക്കുന്നത്? അല്ലാ അഹുല്ല ബിശൈഇൻ, ഒരു ഷൈഇനെയും ഒരു വിഷയത്തിനെയും ഞാൻ എന്ത് ചെയ്യൂല? ഇടർച്ചയാക്കൂല എന്ന് പറഞ്ഞാല് ഒഴിവാക്കൂല. അഹുലു, ഞാൻ ഒഴിവാക്കുകയില്ല. ഞാൻ ഒരു കാര്യത്തിനെയും ഞാൻ എന്ത് ചെയ്യൂല? ഒഴിവാക്കൂല. എങ്ങനത്തെ കാര്യങ്ങളാണ്? യുഅ്തദ്ദു ബിഹി, പരിഗണിക്കപ്പെടുന്നതായ മിനൽ ഖവായിദ്, കായിദകളിൽ നിന്നും ലാബിത്തകളിൽ നിന്നും. മാത്രമല്ല ഈ അതിന്റെ തെളിവുകളും അതുപോലെ തന്നെ കായിദകളും ലാബിത്തകളും, മന്ദിക്കിന്റെ ലാബിത്തകളും കായിദകളും മാത്രമല്ല ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ റിസാലയിൽ ഞാൻ ചേർക്കുന്നത് മാ സിയാദാത്തിൻ ശരീഫ, ചില അധിക ശരീഫായ മഹത്വമേറിയ ചില സായിദയായ അധികരിച്ചതായ വിഷയങ്ങളെയും നുഖത്തിൻ ലത്തീഫത്തിൻ, വളരെ പ്രധാനപ്പെട്ടതായ ചില ഫായിദകളെയും. അതെങ്ങനെ? മിൻ ഇൻദീ, എന്റെ പ്രത്യേകമായ എന്റെ അടുക്കൽ നിന്നുള്ള, അത് തന്നെ എന്റെ സ്വന്തം ഇജ്തിഹാദ് പ്രകാരം
ഗൈറ താബിഇൻ ലിഅഹദിൻ മിനൽ ഖലായിഖ്, സൃഷ്ടികളിൽ നിന്ന് ആരോടും പിൻപറ്റാത്തതായ രൂപത്തിൽ. പക്ഷെ പിൻപറ്റിയിട്ടുണ്ട് എന്തിനോട്? ബല്ലിൽ ഹഖി സരീഹി, വ്യക്തമായ സത്യത്തിനോട് പിൻപറ്റിയിട്ടുണ്ട്. അല്ലദീ, എങ്ങനത്തെ സത്യമാണ്? ലാ യഅതീഹിൽ ബാത്തിലു, ബാത്തില് ഒരിക്കലും അതിലേക്ക് ചെന്നു ചേരുകയില്ല. മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, മുന്നിലൂടെയും പിന്നിലൂടെയും ഒന്നും തന്നെ. അങ്ങനെ വസമ്മൈതുഹു, ഈ കിതാബിനക്ക് ഞാൻ പേര് വെച്ചു, ബിദ്ദിസാലത്തി ശംസിയ്യത്തി ഫിൽ ഖവായിദിൽ മന്തിഖിയ്യ, റിസാലത്തു ശംസിയ്യത്തി ഫിൽ ഖവായിദിൽ മന്തിഖിയ്യ എന്ന് ഈ കിതാബിനക്ക് ഞാൻ പേര് വെച്ചു. വറത്തബ്തുഹു, ഞാൻ ഇതിനെ തർത്തീബാക്കുകയും ചെയ്തു. ഇവിടെ വേറെ വിഷയം, നമുക്ക് ഇബാറത്തുകളുണ്ട്. ഒന്ന് ഉസൂല്, അതേപോലെ തന്നെ ഖായിദ. ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നേരത്തെ പറഞ്ഞോന്ന് തോന്നുന്നുണ്ട്. അതായത് ഉസൂലി എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ നമ്മാ യുഫ്തഖറു ഇലൈഹി വലാ യുഫ്തഖറു ഹുവ ഇല്ലാ ഇലാ ഗൈരിഹി. അതായത് ഉസൂല് എന്ന് പറഞ്ഞാൽ അതിലേക്ക്, അത് വേറൊന്നിലേക്ക് ആവശ്യമാവില്ല, ഇതിലേക്ക് മറ്റൊന്നെന്ത് ചെയ്യും? ആവശ്യമാവും. അപ്പൊ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ, അതാണ് ഉസൂൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഖായിദ എന്ന് പറഞ്ഞാല് ഖലിയത്തുൻ കുല്ലിയത്തുൻ മുന്തബിക്കത്തുൻ അലാ ജമീഇ ജുസ്ഇയ്യാതിഹ, ജമീഉൽ ജുസ്ഇയ്യാത്തിന്റെ മേലും ബന്ധപ്പെടുന്നതായ, പറയാൻ പറ്റുന്നതായ കുല്ലിയായ ഒരു ഖലിയ. ഇതാണ് സത്യത്തിൽ ഖായിദ എന്ന് പറയുന്നത്. ഏതുപോലെ അൽ ഫായിലു മർഫൂഅൻ, ഫായില് മർഫൂആണ്, ഒരു ഖായിദയാണ്. അപ്പൊ ആ ഫായില് മർഫൂആണ് എന്നുള്ള ആ ഖായിദയുടെ അടിസ്ഥാനത്തിൽ എവിടെ ഫായില് വന്നാലും അവിടെ റഫാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വറത്തബ്തുഹു, ഈ കിതാബിനെ, ഏത് റിസാലത്തു ശംസിയ്യ എന്ന് പേര് പറയപ്പെടുന്ന ഈ കിതാബുണ്ടല്ലോ, ഈ കിതാബിനെ ഞാൻ ക്രോഡീകരിച്ചു. അലാ മുഖദ്ദിമത്തിൻ, ഒരു മുഖദ്ദിമയുടെ മേലിലും, വസലാസി മഖാലാത്തിൻ, 3 മഖാലകളുടെ മേലിലും ഈ റിസാലത്തു ശംസിയ്യയെ ഞാൻ ക്രോഡീകരിച്ചു. വഖാത്തിമത്തിൻ, ഒരു ഖാത്തിമ, അവസാനം ഒരു ഖാത്തിമയുമുണ്ട്. അത് എങ്ങനെയാണ് ഞാനിതിനെ തർത്തീബാക്കിയത്? മുഅ്തസിമൻ ബിഹബിലി തൗഫീഖി മിൻ വായിബിൽ അഖ്ൽ, മുഅ്തസിമൻ, ഞാൻ തന്നെ പിടിച്ചു നിൽക്കുന്നവനായിട്ട്, ബിഹബിലി തൗഫീഖ്, തൗഫീഖാകുന്ന പാർശ്വം കൊണ്ടിട്ട്, ആരുടെ അടുക്കൽ നിന്ന്? മിൻ വാഹിബിൽ അഖ്ലി, അഖ്ലിനെ അവസാനമായി നൽകിയ സൃഷ്ടികർത്താവായ അല്ലാഹുവിൽ നിന്നിട്ട്. വമുതവക്കിലൻ അലാ ജൂദിഹി, ആ അല്ലാഹുവിന്റെ ധർമ്മിഷ്ഠതയുടെ മേലിൽ ഞാൻ തവക്കുൽ ചെയ്തവനായ സ്ഥിതി ചെയ്തു. എങ്ങനത്തെ ജൂദാണ്? എങ്ങനത്തേതായ ധർമ്മിഷ്ഠതയാണ്? അൽ മുഫീലി, ഒഴിച്ചു കൊടുക്കുന്നതായ അല്ലാഹു തആല, ലിൽ ഖൈരി വൽ അദ്ലി, ഖൈരിനെയും അദ്ലിനെയും ഒരുമിച്ച് പിന്നെ ചൊരിച്ചു കൊടുക്കുന്നവനായ അല്ലാഹു. ഇന്നഹു, തീർച്ചയായും ആ അല്ലാഹു തആല ഖൈറു മുവഫ്ഫിഖിൻ വ മുഈനിൻ, തൗഫീഖ് നൽകുന്ന, സഹായിക്കുന്നവരിൽ നിന്ന് ഏറ്റവും ഖൈറായവരാണ്. അമ്മൽ മുഖദ്ദിമത്ത്, ഇനി മുഖദ്ദിമയെ, നമ്മളിപ്പോ മുഖദ്ദിമയും 3 മക്കാലയും ഖാത്തിമയും ഉണ്ടെന്നാ പറഞ്ഞത്. ഇനി മുഖദ്ദിമയെ പറ്റിയാണ് ചർച്ച പറയാൻ പോകുന്നത്. അമ്മൽ മുഖദ്ദിമത്തു, മുഖദ്ദിമ എന്ന് പറഞ്ഞാല് ഫഫീഹ ബഅസാനി, അതിൽ 2 ചർച്ചയാവുള്ളത്. അല്ലവ്വലു, ഒന്നാമത്തെ ചർച്ച ഫീ മായിയത്തിൽ മന്തിഖി, മന്തിക്കിന്റെ മായിയത്തിനെ സംബന്ധിച്ചാണ്. വബയാനിൽ ഹാജത്തിലെ, മന്തിക്കിന്റെ ആവശ്യത്തെ ബയാൻ ചെയ്യാം. ഈ 2 ബഹസുകളാണ് ഏതിലുള്ളത്? മുഖദ്ദിമയിൽ ചർച്ച ചെയ്യുന്നത്. അഖൂലു, ഞാൻ പറയുന്നു. ഇനി ഷാരി കുത്തുബി ദുനി റാസി റഹ്മത്തുള്ളാഹി പറയാം,
അജിസാദത്തു ഈ റിസാദത്തു ഷംസിയ മുറത്തബത്തുൻ അതിനെ ക്രോഡീകരിക്കപ്പെട്ടതാണ് ഒരു മുഖദ്ദിമയുടെ മേലും ഫസലാത്തി മക്കാലാത്തി 3 മക്കാല വഹാത്തിമത്തിന് ഒരു ഹാത്തിമയുടെ മേലും. എന്നാൽ അമ്മൽ മുഖദ്ദിമത്തു അവ മുഖദ്ദിമയാകുന്നത് വഫി മായിയത്തിൻ മന്ദിഖ് അത് മന്ദിക്കിന്റെ മായിയത്താണ് ചർച്ച. അതേപോലെ തന്നെ മന്ദിക്കിന്റെ അത് മാത്രമല്ല പിന്നെയോ ബയാനിൽ ഹാജത്തേരി അതിലേക്കുള്ള ആവശ്യത്തിനെയും ബയാൻ ചെയ്യരുത്. മന്ദിക്കിന്റെ ആവശ്യം എന്താണ് അത് ബയാൻ ചെയ്യും. അതിന്റെ മൗദൂഇന് അതിന്റെ വിഷയം അതിന്റെ സബ്ജക്ട് ഏത് സംബന്ധമായിട്ടാണ് ചർച്ച നടക്കുന്നത് അതിനെ സംബന്ധിച്ച്. അമ്മൽ മക്കാലാത്ത് അവ മക്കാലകൾ ഫൗലാഹ അതിൽ നിന്ന് ഒന്നാമത്തേത് ഫിൽ മുഫറദാത്തിനെ സംബന്ധിച്ചാണ്. വസാനിയത്തോ രണ്ടാമത്തേത് ഫിൽ ഖളായ ഖളിയകളെ സംബന്ധിച്ചു. വഅഹ്കാമിയ അതിന്റെ ഹുക്കുമുകളെ സംബന്ധിച്ചു. വസാദിസത്തോ മൂന്നാമത്തേത് ഫിൽ ഖിയാസിനെ സംബന്ധിച്ച. അമ്മൽ ഖാത്തിമത്തു അവ ഖാത്തിമ എന്നുള്ളത് ഫഫി മവാദിൽ അഖീസത്തി വൽ അജ്സാഇൽ ഉലൂമി ഇൽമുകളുടെ ജുസുക്കൾ ഖിയാസുകൾ ഇവകൾക്ക് ആവശ്യമായ ജുസുക്കൾ അതിന്റെ മാദ്ദകൾ ആ മാദ്ദകളെ ബയാൻ ചെയ്യാനുള്ളതാണ്. എങ്കിൽ വൈന്നമാ തീർച്ചയായിട്ടും മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി റത്തബആലിയ ഈ റിസാലത്തുൽ ശംസിയയെ ഈ പറയപ്പെട്ടവയുടെ മേലില് ക്രോഡീകരിച്ചു കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അന്നമാ തീർച്ചയായിട്ടും ഒരു കാര്യം യജിബു നിർബന്ധമാകും അയ്യുലമ അറിയപ്പെട നിർബന്ധമാകും ഈ മന്ദിക്ക് അപ്പൊ മന്ദിക്കിൽ അറിയൽ നിർബന്ധമായ ഒരു കാര്യം ഇമ്മാ അയ്യതവക്കഫ ശുറൂഉ ഫീഹി ഒരു പക്ഷേ ആ മന്ദിക്കിലുള്ളതായ ശുറൂഉ പ്രവേശനം ബന്ധിക്കും അലൈഹി ആ ഒരു കാര്യത്തിന്റെ മേൽ. കാരണം അതറിഞ്ഞാലേ മന്ദിരേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എങ്കിൽ പൈങ്കാനല്ലോ ഔല അല്ലെങ്കിൽ ശുറൂഉ ബന്ധിക്കൂല. അതായത് മന്ദിക്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അറിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ മന്ദിക്കിലേക്ക് ശുറൂ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല ബന്ധിക്കൂല. പൈങ്കാനൽ അവ്വലവ ഒന്നാമത്തേത് ഏതാ ബന്ധിക്കുന്നതാണെങ്കിൽ മുഖദ്ദിമത്തു മുഖദ്ദിമാണ്. പൈങ്കാന സാനിയനി രണ്ടാമത്തേത് ബന്ധിക്കാതെ വരാം. അപ്പൊ ഇമ്മായ കൂനൽ ബഅദു ഫീഹി അപ്പൊ അതിലുള്ളതായ ചർച്ചയാവാം ഏതിനെ സംബന്ധിച്ച് അനിൽ മുഫറദാത്തിനെ സംബന്ധിച്ചാണ് ചർച്ച. ഫയ്യൽ മവൽ മക്കാലത്തുലൂല അപ്പൊ ഒന്നാം മക്കാല എന്ന് പറഞ്ഞാൽ എന്താണ് മുഫറദാത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച. അതേപോലെ വാനിൽ മുറക്കബാത്തി അടുത്തത് മുറക്കബാത്തിനെ സംബന്ധിച്ചാണ് ചർച്ച. ഫലായഹലു അവ മുറക്കബാത്ത് എന്ന് പറയുമ്പോ അവിടെ ഒഴിവാവൂല. എന്നെ തൊട്ട് ഇമ്മായിക്കൂനൽ ബഅദ് ഒരു പക്ഷേ ചർച്ച ആകുക അതിലുള്ള ചർച്ച അതിനെ സംബന്ധിച്ച് അതിൽ മുറക്കബാത്തിൽ ഗൈറിൽ മഖ്സൂദത്തി ബിദ്ദാത്ത് മഖ്സൂദ് അല്ലാത്തതായ ചില മുറക്കബായ കാര്യങ്ങളെ സംബന്ധിച്ച്. അവൻ ബിദ്ദാത്ത് മഖ്സൂദ് ഇല്ലാത്തതായ ചില മുറക്കബായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം അതിനെ സംബന്ധിച്ചാണ് എന്തെന്ന് പേര് പറയുക അൽ മക്കാലത്തു സാനിയത്തു രണ്ടാമത്തെ മക്കാല എന്ന് പറയും. എങ്കിലവനിൽ മുറക്കബാത്തിൽ മഖാസിദ് ബിദ്ദാത്ത് അല്ലെങ്കിൽ ഏതാവാത് പിന്നെ ബിദ്ദാത്ത് മഖ്സൂദായ മുറക്കബാത്തുകളെ സംബന്ധിച്ചാവാം. അപ്പം ബിദ്ദാത്ത് മഖ്സൂദ് എന്ന് പറയുമ്പോൾ വലായഹുൽ അപ്പൊ ഒഴിവാവുകയില്ല. ഇമ്മായക്കൂന നെതുറ് ഫിയ ഒരു പക്ഷെ അതിലുള്ള നെതുറ് ആകുന്നതിനെ തൊട്ട് പിന്നെ ഇത് സൂറത്തിന്റെ ഭാഗത്തിലൂടെ സൂറത്തിന്റെ ഭാഗത്തിലൂടെ മാത്രം വഹിയൽ മക്കാലത്തു സാലിസത്ത് അത് മൂന്നാം മക്കാലയാണ്. ഒമിനൈസിൽ മാത്തത്വ മാതയുടെ ഭാഗത്തിലൂടെ ഉള്ള നെതിറാണെങ്കിലോ ഓവൽ ഖാത്തിമത്തോ അതിന് ഖാത്തിമ എന്നും എന്ത് ചെയ്യും പേര് പറയപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു മലക്കീയായ ഉഖൂല് കൊണ്ടുള്ളതായ ഉദ്ദേശം എന്താണെന്ന്. മലക്കീയായ ഉഖൂല് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാല് മലക്ക എന്ന് പറയുന്നത് നമ്മള് മലക്ക കഴിവ് ഒരു മനുഷ്യനുണ്ടാകുന്ന കഴിവ്. അപ്പൊ ആ കഴിവിനക്ക് പ്രധാനമായിട്ടും ഉള്ള ഒരു ആയുധമാണല്ലോ ഏത് അക്ബലി ബുദ്ധി.
ബുദ്ധിശക്തിയുള്ളവൻക്കാണല്ലോ ഏതുണ്ടാവുള്ളൂ, കഴിവുണ്ടാവുള്ളൂ, മലക്കുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ബിൽഒഖൂലിനും പിന്നെ ഈ മലക്കിയ എന്ന് പറഞ്ഞാല് അതായത് ഒരു മനുഷ്യനിലുള്ളതായ കഴിവ് മലക്കിയായ, അതായത് കഴിവുണ്ടാക്കി തീർക്കുന്ന, എല്ലാ വിഷയത്തിലും കഴിവുണ്ടാക്കി തീർക്കുന്നതായ അഖ്ലുകൾ, ആ അഖ്ലുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്ന് എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് അവിടെ മാന. അല്ലാതെ മുറാദ് ഒരു വിശദമായൊന്നും അവിടെ പറയേണ്ട ആവശ്യം ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.